എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു സീസണിൽ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി, അതായത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ഈ സീസണിൽ. ഇനി അടുത്ത കൊല്ലമാണെങ്കിൽ അടുത്ത കൊല്ലം എന്തായാലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ഇത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിന് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 4 കുഞ്ഞു കുഞ്ഞു മാങ്ങകളാണ് അതേ നല്ലത്. നിങ്ങൾ കടുക്കാച്ചിയെല്ലാം കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതൊന്ന് തോല് പൊളിച്ചിട്ടെടുക്കാം. തോലിങ്ങനെ തന്നെ പൊളിക്കണമെന്നൊന്നുമില്ല, കത്തി കൊണ്ട് ചെത്തിയെടുത്താലും മതി. പക്ഷേ ഇത് ഈസിയാണ് ഇങ്ങനെ പൊളിക്കുക. ഈ മാങ്ങ ഞാൻ ചെറുത് നോക്കി പെറുക്കിയെടുത്തതാണ്, കണ്ടില്ലേ, വേഗം പൊളിഞ്ഞു വരും. ഇതുപോലെ ബാക്കി എല്ലാം ഒരുപോലെ പൊളിച്ചിട്ടെടുക്കണം. ഇനി നാട്ടിലെ കടുക്കാച്ചിയല്ലാണെങ്കിൽ നിങ്ങൾ പൊളിക്കാണ്ട് കീറിയെടുക്കാം കേട്ടോ. കീറിയിട്ട് തോലിൻ്റെ മുകളിൽ കൊടുത്താൽ എല്ലാം കഴുകിയിട്ടൊന്ന് കീറിയിട്ടും എടുക്കാം. അപ്പോൾ അതാ ഞാനെല്ലാം തോല് പോക്കി 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അല്ല, സോറി, 3/4 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ വെല്ലത്തിൻ്റെ പൊടിയും അതേപോലെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും പഴുത്ത മാങ്ങയല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അത് തിളക്കുന്നപ്പോഴത്തേക്ക് നമുക്ക് നല്ലോണം കണ്ടോ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഞാൻ മൂടി വെച്ചിട്ട് അവിടുന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങേൻ്റെ കൂടെ 1/2 കപ്പ് കുറച്ച് പുളിപ്പുള്ള തൈരാണ് ഞാൻ എടുത്തത്. ആദ്യം പകുതിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ പിന്നെയും ഒഴിച്ചിട്ട്, കാരണം ആദ്യം തന്നെ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ തേങ്ങ അരയൂല, അതുകൊണ്ടാണ്. കണ്ടോ, പോരാ, അത് മുഴുവൻ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് പിന്നെയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതാ അരച്ച് പോരാ. അപ്പോൾ ഇപ്പം ഞാൻ മൊത്തം 3/4 കപ്പ് തൈരാണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആദ്യം 1/2 കപ്പ് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒരു 1/4 കപ്പ്. അപ്പോൾ എല്ലാം കൂടി അത് നല്ലോണം ഒന്ന് അരച്ചിട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും ഞാൻ പിന്നെ ചേർക്കുന്നത് 5 പച്ചമുളക്. ഇത് ഒട്ടും എരിവില്ലാതെ പച്ചമുളക്, അതുകൊണ്ടാണ് ധൈര്യത്തിൽ ഞാൻ 5 പച്ചമുളക് ചേർത്തത്. നിങ്ങളടുത്ത് എരിവുള്ള പച്ചമുളകാണ്, അതിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചും എടുക്കാം. ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. ഒന്ന് കണ്ടോ, അതും നല്ലോണം അരിഞ്ഞു പോയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇത് ഒരു ഭാഗത്തിരിക്കട്ടെ. നമ്മളെ മാങ്ങ എന്തായി നോക്കണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. മാങ്ങ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചിട്ട്, എല്ലാ മാങ്ങേൻ്റെ മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് തിള വന്നാൽ മതി. അപ്പോഴത്തേക്ക് നല്ലോണം വെന്തോളും. ഏകദേശം മൂടി വെച്ചുകൊണ്ട് തന്നെ നല്ലോണം വെന്തത് ആദ്യം, കണ്ടില്ലേ, നല്ലോണം എല്ലാം വെന്ത് മഞ്ഞൾ മുളകെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് കറിക്ക് എത്ര വെള്ളം വേണമെന്ന് വെച്ചാലും നിങ്ങൾ കുറച്ച് വെള്ളത്തോടെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അങ്ങനെ. എനിക്ക് കുറച്ച് കട്ടിയിലാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരു പ്രാവശ്യം ഒന്ന് മിക്സി ജാറൊന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചട്ടിയിൽ നല്ലോണം ഒന്ന് വറ്റി അത് കുറുക്ക് കാളൻ പോലെ ആയി വരും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പൊന്ന് നോക്കട്ടെ, പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. പോരാ, ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പാണ് മൊത്തത്തിൽ ഇട്ട് കൊടുത്ത്. ഇനി കുറച്ച് കറിവേപ്പില, അതിന് ക്ഷാമമൊന്നും കാണിക്കണ്ട, കുറച്ച് നല്ലോണം തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ എൻ്റെ അമ്മമ്മയെല്ലാം പറയുക മിണ്ടുക എന്നാണ് പറയുക. കണ്ടോ, ഒന്ന് മിണ്ടി വരുമ്പോൾ എടുക്കണമെന്ന്. കണ്ടോ, ഇത്രയേ വേണ്ടു. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നാലും ആ ചൂടുള്ള സ്റ്റൗവിൻ്റെ മുകളിൽ തന്നെ ചട്ടിയുടെ ചൂട് കൊണ്ട് ഒന്ന് തിളച്ചിട്ട് ഒന്ന് വറ്റി കുറുകിക്കോളും. അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഒന്ന് താളിക്കാനൊരു കരണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കടുകും പൊട്ടി റെഡിയായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷമേ ഇത് എടുക്കണ്ടു കേട്ടോ. എന്നാലും നല്ല ആ താളിപ്പെല്ലാം മേലെ തന്നെ നിൽക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഒന്ന് കണ്ടോ, കുറച്ച് തണുത്തിട്ടുണ്ട്. ഇപ്പം നല്ല കട്ടിയായിട്ടുണ്ട്. ഇത് തന്നെ കഴിഞ്ഞ്. ഇത് സെർവിങ് ബൗളിലേക്ക് വേണമെങ്കിൽ മാറ്റാം.
ഞാനിത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് തീരുന്നവരെ ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മാറ്റുന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.